പൊതുസമ്മേളനം കൂടുന്നു. പൊതുവെ ആഘോഷങ്ങൾക്കും ഇതിനൊക്കെ കുറച്ച് ആർഭാടം കുറയ്ക്കണമെന്ന് നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ ഒരു നിർദ്ദേശവും അഭ്യർത്ഥനയും ഒക്കെ ക്ഷേത്രാചാരങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലൊന്നും സാധാരണ നമ്മൾ ഇതൊന്നും ആർഭാടമായിട്ടല്ല കണക്കാക്കാറ്. അതുകൊണ്ട് ഇത്തവണയും പതിവ് പോലെ നമ്മുടെ അഷ്ടവിരോഹിണി മഹോത്സവം ഭഗവാന്റെ പിറന്നാൾ 26/8/2024 വളരെ സമുചിതമായ രീതിയിൽ തീരുമാനിച്ചിട്ടുള്ളത്. സാധാരണയിൽ കവിഞ്ഞ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം തന്നെ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം 25 തലേ ദിവസം ഒഴിവാണ്, 26-ാം തീയതി അഷ്ടമിരോഹിണി, 27 പിന്നൊരു വർക്കിംഗ് ഡേ ഉള്ളത്. അത് കഴിഞ്ഞ് 28-ാം തീയതി വീണ്ടും ഒരു ഒഴിവു ദിനം കൂടി വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ മുൻകൂട്ടി തന്നെ ആലോചിച്ച് ഗുരുവായൂർ ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ 4 ദിവസവും തുടർച്ചയായിട്ട് അവധി ദിവസങ്ങളായിട്ട് പരിഗണിച്ച് അന്ന് ഭക്തജനങ്ങൾക്ക് സുഗമമായിട്ടുള്ള ദർശനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ഘടകമെന്ന് പറയുന്നത് സാധാരണ നമ്മൾ അനുവർത്തിച്ച് വരുന്നത് പോലെ ഈ 4 ദിവസങ്ങളിലും സ്പെഷ്യൽ VIP ദർശനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള സമയം ഒരു കാരണവശാലും എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നത് ആ ഒരു തീരുമാനമെടുത്തതിന് ശേഷം ഒരാൾക്കും ഒരു പരാതിയും ഉന്നയിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് വളരെ നല്ല ചിട്ടയോട് കൂടിയിട്ട് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം അതിൻ്റെ ഗുണഭോക്താക്കൾ സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് എന്നുള്ളത് അതിൻ്റെ സ്വീകാര്യത നല്ലവണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതാണിതിലെ ഇത്. അന്നത്തെ ദിവസം ചില നിയന്ത്രണങ്ങൾ ദർശനവുമായി ബന്ധപ്പെട്ട്, അതാണ് 2ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. പൊതുവരി നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ദർശനത്തിനാണ് പ്രാധാന്യം. അന്ന് നിർമാല്യം മുതലുള്ള ദർശനത്തിന് പൊതുവരി ക്ഷേത്രത്തിലേക്ക് നേരെ വിടാനും തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ 6 മണി മുതലുള്ള നിയന്ത്രണം പഴയതുപോലെ ഇപ്പോഴും ഈ ദിവസങ്ങളിലും തുടരും. ഇന്നത്തെ ദിവസം രാവിലെ 4 മുതൽ 5:30 മണി വരെയും വൈകിട്ട് 5 മുതൽ 6 മണി വരെയും മാത്രമാകും മുതിർന്ന പൗരന്മാർക്കുള്ള പ്രവേശനം. ബാക്കിയുള്ള സമയത്ത് ക്ഷേത്ര ദർശനത്തിന് പൊതുവരി സംവിധാനം മാത്രം നടപ്പിലാക്കും. ചോറുകൂട് കഴിയുന്ന കുട്ടികൾക്ക് അവരുടെ അച്ഛനമ്മമാരോടൊപ്പം ദർശനത്തിനുള്ള സൗകര്യം ഈ ദിവസങ്ങളിലും ഉണ്ടാവും. ഇനി ഭക്തജനങ്ങൾ ഭഗവത് ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതും വേഗം പടിഞ്ഞാറേ നടയിലൂടെയോ അല്ലെങ്കിൽ ഭഗവതിക്കെട്ടിലൂടെയോ പുറത്തേക്ക് പോവുക എന്നുള്ള അതാണ്. കാരണം ഗുരുവായൂരിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് സ്ഥലപരിമിതിയാണ്. നാലമ്പലത്തിനകത്ത് എല്ലാവരും തടിച്ചുകൂടി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് പുറത്ത് വരി നിൽക്കുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അസൗകര്യമാവും. അതിന് എല്ലാ ഭക്തജനങ്ങളും അതിനോട് സഹകരിക്കണം. ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തുന്ന ഈ വരി നിയന്ത്രണത്തോടും അതുപോലെ ദർശന ക്രമീകരണത്തോടുമൊക്കെ മനസ്സ് നിറഞ്ഞുള്ള ഒരു സമീപനം എല്ലാ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. ഏകദേശം 36 ലക്ഷം രൂപയോളം ആണ് ഇത്തവണത്തെ നമ്മുടെ ഈ അഷ്ടമിരോഹിണി മഹോത്സവത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതിനകത്ത് ചടങ്ങുകളുടെ ചിലവുണ്ട്, അതിന് പുറമെ നമ്മളുടെ ഭക്ഷണത്തിനുള്ള ഇതുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഇതും കൂടി ഭക്ഷണത്തിൻ്റെതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള ചിലവ്. 25,55,000 രൂപ പ്രസാദൂട്ടിന് മാത്രമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സാധാരണയിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായിട്ട് ഭഗവാന്റെ
പിറന്നാളായ ദിവസം പാൽപ്പായസമടക്കമുള്ള സവിശേഷമായ രീതിയിലുള്ളൊരു സദ്യയാണ് ഒരുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. രസകാളൻ, ഓലൻ, അവിയൽ, എരിശ്ശേരി, പൈനാപ്പിൾ പച്ചടി, മെഴുക്ക് പുരട്ടി, ശർക്കര വരട്ടി, കായവറവ്, അച്ചാർ, പുളിയിഞ്ചി, പപ്പടം, മോര്, പാൽപ്പായസം ഇങ്ങനെ ഉൾപ്പെടുന്നതായിരിക്കും അന്നത്തെ സദ്യ. പതിവ് പോലെ രാവിലെ 9 മണിക്ക് നമ്മൾ പ്രസാദം ഇട്ട് തുടങ്ങും. ഉച്ചയ്ക്ക് 2 മണി വരെ ക്യൂവിൽ നിൽക്കുന്നവർക്കെല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിരിക്കും. അവർക്കെല്ലാവർക്കും ഭക്ഷണം 2 മണി കഴിഞ്ഞ് വരുന്നത് 2 മണിക്ക് ആ ക്യൂ വരി ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനുശേഷം വരുന്നവർക്ക് കൊടുക്കില്ല, ഭക്ഷണം ഇല്ല എന്ന് പറയില്ല. പക്ഷേ ഭക്ഷണം ഉറപ്പാക്കാവുന്നത് ആ 2 മണിക്ക് ക്യൂവിൽ ഉള്ള ആൾക്കാർക്കാണ്. ബാക്കിയുള്ളവർക്ക് ഭക്ഷണത്തിൻ്റെ ലഭ്യതയനുസരിച്ച് ഇനിയും തുടർന്നും ഭക്ഷണം കൊടുക്കുന്നതാണ്. ഈ സാധാരണ നമ്മൾ ദേവസ്വം ജീവനക്കാരാണ് ഭക്ഷണം വിളമ്പാനും കൂട്ടത്തിൽ എന്ത് ചെയ്യും, പുറത്തുനിന്നും കുറച്ച് പേരെ അതിനുവേണ്ടി സഹായത്തിന് വേണ്ടി വിളിക്കാറുണ്ട്. ഇത്തവണയും 120 പേരെ ഈ ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിന് വേണ്ടി അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഏജൻസിയെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 7.25 ലക്ഷം രൂപയാണ് അന്നത്തെ ദിവസത്തെ നമ്മുടെ വഴിപാടുകളുടെ മൊത്തം ഇതായിട്ട് എസ്റ്റിമേറ്റ് ഇതാകുന്നത്. അത് അപ്പം ഒരു ഇതിന് 35 രൂപ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയിൽ നിന്ന് ചെറിയൊരു വർധനവ് ഇത്തവണ ഉണ്ട്. 32 രൂപയായിരുന്നു അപ്പത്തിൻ്റേത്, അത് ഇത്തവണ 35 രൂപ ആയിട്ടുണ്ട്. ഒരു വഴിപാടുകാരന് പരമാവധി 15 ഷീട്ടേ വഴിപാടാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എത്തുന്ന ഈ വഴിപാട് അപ്പം ഷീട്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ആ രീതിയിലുള്ളൊരു നിയന്ത്രണം കൊണ്ടുവന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരാൾ തന്നെ 100 ഷീട്ടൊക്കെ ആക്കി കഴിഞ്ഞാൽ അവസാനം കുറച്ച് പേർക്ക് എന്തില്ല, ഷീട്ടാക്കാൻ പറ്റില്ല, അവർക്ക് നിവേദ്യം കിട്ടിയില്ല എന്നുള്ള ഇതൊക്കെ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആഗസ്റ്റ് 25-ന് തന്നെ തലേ ദിവസം തന്നെ ക്ഷേത്രം കൗണ്ടർ വഴി അപ്പം വഴിപാട് ഷീട്ടാക്കാൻ ഉള്ള 10 ഷീട്ടാക്കിയിട്ട് അതിങ്ങനെ നിയന്ത്രണം നിർത്തിയിട്ടുണ്ട്. അതുപോലെ പാൽപ്പായസത്തിൻ്റെയും വഴിപാടുകൾ ഷീട്ടാക്കാവുന്നതാണ്. സവിശേഷമായ രീതിയിലുള്ള വാദ്യമേളങ്ങൾ അഷ്ടവിരോഹിണിക്കും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തിരുവല്ല കുട്ടന്മാരാരും തിരുവല്ല രാധാകൃഷ്ണൻ പാർട്ടിയുമാണ് വിശേഷാൽ മേളം ഒരുക്കുന്നത്. ഉച്ചയ്ക്കും രാത്രി വിളക്കിനും പഞ്ചവാദ്യത്തിന് തിരുവല്ലയിൽ വൈക്കം ചന്ദ്രന്മാരാരും സംഘവും, മദ്ദളത്തിൽ കുരിശ്ശേരി ചന്ദ്രനും സംഘവും, ഇടയ്ക്കയിൽ കടവല്ലൂർ രാജകുമാരാരും, കൊമ്പിൽ മച്ചാട് കണ്ണനും സംഘവും, ഇലത്താളത്തിൽ പാഞ്ഞാൾ വേലുക്കുട്ടിയും സംഘവും അണിനിരക്കും. ഗുരുവായൂർ ശശിമാരാരും സംഘവും സന്ധ്യാതായമ്പക ഒരുക്കും. രാത്രി വിളക്കിന് വിശേഷാൽ ഇടയ്ക്ക നാഗസ്വരം പ്രദക്ഷിണം. ഇടയ്ക്ക ഗുരുവായൂർ ശശിമാരാർ ആൻഡ് പാർട്ടി, നാഗസ്വരം ഗുരുവായൂർ മുരളി ആൻഡ് പാർട്ടി. ഇതും ഗുരുവായൂരിൻ്റെ തന്നെ ഒരു സവിശേഷതയാണ്. ഇടയ്ക്ക പ്രദക്ഷിണവും ഇതൊക്കെ അത് സാധാരണ രീതിയിൽ തന്നെ വളരെ ആകർഷകമായ രീതിയിൽ തന്നെ നടക്കും. ഇനി ഗുരുവായൂരിൽ നമ്മൾ ചെമ്പൈ പുരസ്കാരം നൽകാറുണ്ട്, ജ്ഞാനപ്പാന പുരസ്കാരമുണ്ട്, അതുപോലെ ക്ഷേത്രകലാ പുരസ്കാരമുണ്ട്. ഇപ്പോഴ് കഴിഞ്ഞ 2 വർഷമായിട്ട് നെടുങ്ങാടിയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അഷ്ടപതി പുരസ്കാരവും നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠ പുരസ്കാരമായിട്ട് കരുതുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരമാണ്. 1990 മുതലാണ് ക്ഷേത്രകലാ പുരസ്കാരം നൽകി വരുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക ക്ഷേത്രകലയ്ക്കാണ് ഓരോ വർഷവും നൽകി വരുന്നത്. ഇത്തവണ കൂടിയാട്ടത്തിനാണ് ഈ പുരസ്കാരം നൽകാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് 2007 കലാമണ്ഡലം ശിവൻ നമ്പൂതിരിക്കാണ് കൂടിയാട്ടത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അത്
17 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ രീതിയിലൊക്കെ നോക്കിയപ്പോഴാണ് കൂടിയാട്ടത്തിന് ഇത്തവണ പുരസ്കാരം നൽകാമെന്ന് തീരുമാനിച്ചത്. ഇത്തവണ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് കലാമണ്ഡലം ചെറിയ രാമചാക്യാർ എന്ന് അറിയപ്പെടുന്ന കലാമണ്ഡലം രാമൻ ചാക്യാർക്കാണ്. പൈങ്കുളം രാമചാക്യാരുടെ അല്ലെങ്കിൽ കലാമണ്ഡലം വലിയ രാമചാക്യാരുടെ മരുമകൻ കൂടിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹം കലാമണ്ഡലത്തിലെ കൂടിയാട്ട വിഭാഗത്തിലെ അധ്യാപകനായിരുന്നു. അവിടുത്തെ കൂടിയാട്ട വിഭാഗത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. കൂടിയാട്ടത്തിൻ്റെ പ്രോത്സാഹനത്തിനും പ്രചരണത്തിനും വേണ്ടി ധാരാളം പ്രയത്നിച്ചിട്ടുള്ള വ്യക്തിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട സമിതികളിലൊക്കെ അദ്ദേഹം അംഗമായിരുന്നിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ പരിഗണിച്ച് പുരസ്കരിച്ചുകൊണ്ടാണ് ഇത്തവണ അദ്ദേഹത്തിന് ഈ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ പുരസ്കാര നിർണയത്തിന് സാധാരണ രീതിയിൽ നമ്മളൊരു സമിതി രൂപീകരിക്കാറുണ്ട്. ഗുരുവായൂർ ദേവസ്വം ചെയർമാനും ഒരു ഭരണസമിതി അംഗമായിട്ടും 2 വിദഗ്ധന്മാരെ അതിലെ അംഗങ്ങളാക്കിക്കൊണ്ടുമുള്ള ഒരു സമിതി. ഇത്തവണ പുറത്തുനിന്നുള്ള 2 വിദഗ്ധന്മാർ, ഒന്ന് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെയും കലാമണ്ഡലത്തിൻ്റെയും വൈസ് ചാൻസലർ പദവി വഹിച്ചിരുന്ന ഡോക്ടർ വി നാരായണൻ. നല്ല കഥകളി ആസ്വാദകനാണ്, നല്ല കൂടിയാട്ട നിരൂപകനാണ്, ക്ലാസിക്കൽ കലകളിലൊക്കെ നിറഞ്ഞ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് ഒരംഗമായിട്ടുള്ളത്. രണ്ടാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2007 ക്ഷേത്രകലാ പുരസ്കാരം കൊണ്ട് നമ്മൾ ആദരിച്ച കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയാണ് ഇതിനകത്ത് രണ്ടാമത്തെ വിദഗ്ധനായിട്ടുള്ള ആൾ. ഏകകണ്ഠമായി ശ്രീ രാമൻ ചാക്യാരുടെ പേരാണ് ഈ സമ്മാനത്തിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കപ്പെട്ടത്. ഈ പുരസ്കാരം നിർണയ സമിതിയുടെ നിർദ്ദേശം ഭരണസമിതി അംഗീകരിക്കുകയും ഇത്തവണത്തെ ക്ഷേത്രകലാ പുരസ്കാരം കലാമണ്ഡലം രാമൻ ചാക്യാർക്ക് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 26-ാം തീയതി അഷ്ടമിരോഹിണി ദിവസം വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ആദരണീയനായ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വാസുവൻ അദ്ദേഹം ഈ പുരസ്കാരം ശ്രീരാമചാക്യാർക്ക് സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സാധാരണ രീതിയിൽ ഗുരുവായൂരിൻ്റെ ഏത് പുരസ്കാരം ആയാലും ആ പുരസ്കാരത്തിന് എന്തുണ്ട്, പുരസ്കൃതനാവുന്ന വ്യക്തിയുടെ ഒരു അവതരണം കൂടി ഉണ്ടാവാറുണ്ട്. ഈ പരിപാടി കഴിഞ്ഞാൽ, സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞാൽ രാമചാക്യാരുടെ ഒരു ചാക്യാർ കൂത്ത് കൂടിയാട്ടം അവതരണമില്ല, ചാക്യാർ കൂത്ത് അവതരണമാണ് ഉണ്ടാവുക. കാരണം കൂടിയാട്ടം ഒരു വേഷം കെട്ടി വന്ന് ചുരുങ്ങിയ സമയത്തിലേക്ക് ഒതുക്കണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് എന്നുള്ള ഒരു ഇത് പറഞ്ഞതുകൊണ്ടാണ് അത് ചാക്യാർ കൂത്തിൽ ഒതുക്കാൻ അങ്ങനെ തീരുമാനിച്ചത്. ഏതായാലും ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ചടങ്ങുകളുടെയും ഇതൊക്കെ ഇതായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ ഉണ്ട്. രാവിലെ അതും ലിസ്റ്റ് നിങ്ങൾ CCRC എറണാകുളമാണ് അത് അവതരിപ്പിക്കുന്നത്. കുംഭകൃഷ്ണ ഭക്തികാല സുധ ചോറ്റാനിക്കര കൾച്ചറൽ ആൻഡ് റേഡിയോ ക്ലബ്ബാണ് അവതരിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണന് പുതിയ ഒരു പരിപാടിയാണ് കൃഷ്ണഗാഥ സംഗീത നാടകം. അത് ഇവിടെ കൃഷ്ണഗാഥയെ കാത്തിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ അവതാരമാണ്. രാത്രി